أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين. وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون. إن الله لا يستحي أن يضرب مثلا ما بعوضة فما فوقها فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين الذين ينقضون ما عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. സൂറത്തുൽ ബഖറയിലെ 24 മുതൽ 27 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഓതി കേൾപ്പിച്ചത്. പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വയം കെട്ടിച്ചമച്ചതാണ് എന്നോ മറ്റോ നിങ്ങൾക്ക് ഇതിന്റെ ദൈവികതയിൽ സംശയം ഉണ്ടെങ്കിൽ ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മുടെ അടിമയുടെ മേൽ നാം ഇറക്കിക്കൊടുത്ത ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് കൊണ്ടുവരിക എന്ന ഖുർആന്റെ സർഗാത്മകമായ വെല്ലുവിളിയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയത്. അവിടെയാണ് അവസാനിപ്പിച്ചത് എന്നാണ് എൻ്റെ ഓർമ്മ. എന്നിട്ട് അള്ളാഹു അസന്നിഗ്ധമായിട്ട് പറയാണ്, നിങ്ങൾക്ക് ഇന്ന് ഇതിന് തുല്യമായ ഒരു അധ്യായമോ അല്ലെങ്കിൽ തുല്യമായ ഗ്രന്ഥമോ തുല്യമായ ഒരു 10 അധ്യായമോ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ലോകാവസാനം വരെ സാധിക്കൂല. ഖുർആന്റെ ഏറ്റവും വലിയ ഇഅ്ജാസ്, മുഅ്ജിസത്ത് ഇനി പറയുന്ന ആയത്താണ്. ഫഇല്ലം തഫ്അലു വലൻ തഫ്അലു. ഫഇല്ലം തഫ്അലു, നിങ്ങൾ അത് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ എന്ന് അന്ന് ഖുർആൻ ഈ വെല്ലുവിളി മക്കി സൂറത്തുകളിൽ നടത്തിയിട്ടുണ്ട്, മദനി സൂറത്തുകളിൽ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്ത് മദനി സൂറത്താണ്. സൂറത്ത് യൂനുസിൽ, അതുപോലെ തന്നെ മറ്റ് സൂറത്തുകളിൽ 2-3 സൂറത്തിൽ ഈ വെല്ലുവിളി അള്ളാഹു ആവർത്തിച്ചിട്ട്. ഹൂദിൽ, സൂറത്ത് യൂനുസ്, അതൊക്കെ മക്കി സൂറത്താണ്. മക്കി സൂറത്തിൽ അള്ളാഹു ആവർത്തിച്ച ആ വെല്ലുവിളി മദനി സൂറത്തിലും അള്ളാഹു ആവർത്തിക്കുകയാണ് ഈ ആയത്തിലൂടെ. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇന്ന് ഈ വെല്ലുവിളി നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വലൻ തഫ്അലു, നിങ്ങൾ ഒരിക്കലും അത് ചെയ്യാൻ കഴിയില്ല.
ഫഇല്ലം തഫ്അലു എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് നിങ്ങൾക്കൊരു ഗ്രന്ഥമോ ഇതുപോലുള്ളൊരു ഗ്രന്ഥമോ ഒരധ്യായത്തിന് തുല്യമായ ഒരധ്യായമോ അല്ലെങ്കിൽ ഒരു 10 അധ്യായമോ, ഈ 3 രീതിയിലാണ് വെല്ലുവിളിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, ഫഇല്ലം തഫ്അലു നിങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, വലം തഫ്അലു നിങ്ങൾ ഒരിക്കലും പ്രവർത്തിക്കുകയില്ല, ലോകാവസാനം വരെ നിങ്ങൾക്ക് അത് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഫത്തഖൂ നിങ്ങൾ സൂക്ഷിക്കണം, അന്നാറല്ലതീ വഖൂദുഹന്നാസു വൽ ഹിജാറ, അന്നാറ നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം, വഖൂദുഹ അതിലെ വിറക്, അന്നാസു ജനങ്ങളും, വൽ ഹിജാറ കല്ലുകളുമാകുന്നു, ഉഇദ്ദത്ത് അത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു, ലിൽ കാഫിരീൻ അവിശ്വാസികൾക്ക്. ഞാൻ ഒന്നുകൂടെ പദങ്ങളുടെ അർത്ഥം പറയാം. ഫഇല്ലം തഫ്അലു അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ ആ വെല്ലുവിളി ഏറ്റെടുത്ത് ഖുർആന് തുല്യമായ ഒരു ഗ്രന്ഥമോ, ഖുർആനിലെ ഒരു 10 സൂറത്തിന് തുല്യമായ ഒരു 10 സൂറത്തുകളോ, ഇനി അതും വേണ്ട, ഒരു സൂറത്ത് 3 ആയത്തുള്ള സൂറത്ത് ഖുർആനിലുണ്ട്, അതിന് തുല്യമായ ഒരു ആയത്തോ നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ, വലൻ തഫ്അലു നിങ്ങൾ ഒരിക്കലും പ്രവർത്തിക്കില്ല, ഭാവിയിലും നിങ്ങൾക്ക് അതിന് സാധ്യമല്ല എന്ന് അല്ലാഹു അസന്നിഗ്ധമായി പറയാം. ഫത്തഖൂ അതിനാൽ നിങ്ങൾ സൂക്ഷിക്കണം, ഇത്തഖ നമ്മൾ സൂക്ഷിച്ചു, മുത്തഖി സൂക്ഷിക്കുന്നവൻ, സൂക്ഷ്മതയുള്ളവൻ. ഫത്തഖൂ നിങ്ങൾ സൂക്ഷിക്കണം, അന്നാറ നരകത്തെ. നരകത്തിന് മൊത്തത്തിൽ നാറും എന്നാണ് പറയാ. പിന്നെ നരകത്തിന്റെ സ്വഭാവം അനുസരിച്ച് നരകത്തിന് പല പേരുകളുണ്ട്. ജഹന്നമുണ്ട്, സഈർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ജഹീം എന്ന് പറഞ്ഞിട്ടുണ്ട്, സഖർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹാവിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നരകത്തിന്റെ സ്വഭാവം അനുസരിച്ചുള്ള മറ്റു പേരുകളാണ്. എന്നാൽ നരകം എന്നതിന് പൊതുവിൽ പറയുന്ന പേര് അന്നാർ, വഖീല അദാബന്നാർ, നരകത്തിന് കാക്കണേ, എല്ലാ നരകവും പെട്ടുപോയി. ഇപ്പൊ നരകത്തിന് മൊത്തത്തിൽ പൊതുവിൽ പറയുന്ന പേരാണ് ഇവിടെ ഉപയോഗിച്ചുള്ളത്. ഫത്തഖൂ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം, അന്നാറ നരകത്തെ. എന്താ സൂക്ഷിക്കണം എന്ന് പറയാൻ കാരണം എന്ന് ഞാൻ വിശദീകരിക്കും. വഖൂദു വഖൂദ് എന്ന വിറക്, ഇന്ധനം എന്ന് പറയും മലയാളത്തിൽ. വഖൂദുഹ അതിന്റെ ഇന്ധനം, ഏതിന്റെ? ആ നരകത്തിന്റെ ഇന്ധനം, അന്നാസു ജനങ്ങളും, വൽ ഹിജാറത്തു കല്ലുകളുമാണ്. ഹജറു എന്നതിന്റെ ബഹുവചനമാണ് ഹിജാറത്ത്. ഫഅർസല അലൈഹിം ഹിജാറത്തൻ മിൻ സിജ്ജീൻ, കല്ലുകൾ. അപ്പൊ മനുഷ്യരും കല്ലുകളുമാണ് ആ നരകത്തിന്റെ ഇന്ധനം. അതുകൊണ്ട് ആ നരകത്തിൽ കടക്കാനുള്ള സാധ്യതയെ നിങ്ങൾ സൂക്ഷിക്കണം. ഉഇദ്ദത്ത് അത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ആര്? ഈ നരകം. ലിൽ കാഫിരീൻ അവിശ്വാസികൾക്ക് എന്നാണ്. അപ്പോൾ ഈ ആയത്തിൽ ഖുർആൻ ദൈവികമാണ് എന്നതിന് വളരെ പ്രധാനപ്പെട്ട 2 തെളിവുകൾ ഈ ആയത്തിലുണ്ട്. ഖുർആൻ ദൈവികമാണോ എന്നുള്ളതിൽ സംശയിക്കുന്ന ആളുകളാണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തത് ഖുർആന്റെ ഈ വെല്ലുവിളി. എന്ത്? നിങ്ങൾ ഇതുപോലൊരു ഗ്രന്ഥം കൊണ്ടുവരൂ. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലി, ഒരു അധ്യായം എന്തെങ്കിലും കൊണ്ടുവരൂ എന്നാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിച്ചിട്ടുള്ളത്. ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, ഇതിലുള്ള ഏതെങ്കിലും ഒരു സൂറത്തിന് സമാനമായ ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരൂ എന്നാണ് അത് പറഞ്ഞിട്ടുള്ളത്. ആ വെല്ലുവിളി അന്ന് മുതൽ ഇന്ന് വരെ ഏത് അറബി സാഹിത്യ സാമ്രാട്ടുക്കൾക്കും ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്ന ഖുർആനെ സംബന്ധിച്ചുള്ള ഒന്നാമത്തെ മുഅ്ജിസത്ത്, ഇഅ്ജാസ്, അമാനുഷികത, ദൈവികത. അന്ന് വലിയ അന്നത്തെ 6-ാം നൂറ്റാണ്ടിലുള്ള അറബി സാഹിത്യങ്ങളാണ് അറബി സാഹിത്യത്തിലെ ക്ലാസിക്കുകളായി ഇന്നും അറിയപ്പെടുന്നത്. അതിനെ വെല്ലുന്ന ക്ലാസിക്കുകൾ പിന്നെ ഉണ്ടായിട്ടില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട കവിയായിരുന്നു വലീദ് ഇബ്നു മുഗീറ. വലീദ് ഇബ്നു മുഗീറ പ്രവാചകനുമായി സല്ലല്ലാഹു അലൈഹി വസല്ലമയായി സംസാരിക്കുകയും അദ്ദേഹം പരിശുദ്ധ ഖുർആൻ അവസാനം ഗത്യന്തരമില്ലാതെ അത് മനുഷ്യന്റെ വചനമാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് എന്നാലും മനുഷ്യന്റെ വചനമാണെങ്കിൽ ഇതുപോലെ കൊണ്ടുവരാൻ കഴിഞ്ഞോ? വലീദ് ഇബ്നു മുഗീറയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള സംഭാഷണവും അവിടെ അവൻ സ്വീകരിച്ച ലൈനും സൂറത്ത് മുദ്ദസിറിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഒരുപാട് ആയത്ത് അവൻ അനുഭവിക്കുന്ന മാനസിക വ്യത പരിശുദ്ധ ഖുർആന്റെ മുമ്പിൽ അവൻ
സഹിച്ച പ്രയാസം, അതിനെ മറികടക്കാൻ, അത് ദൈവികമല്ല എന്ന് പറയാൻ, അവന്റെ മനസ്സാക്ഷിക്കെതിരിൽ സംസാരിക്കാൻ അവൻ സഹിച്ച മാനസിക വ്യഥകൾ അള്ളാഹു സൂറത്ത് മുദ്ദസ്സിൽ വിശദീകരിക്കുന്നുണ്ട്. അവസാനവും പറഞ്ഞു, ഇത് ഇൻഹാദ ഇല്ല ഖൗലുൽ ബഷർ, ഇതൊരു മനുഷ്യന്റെ വചനമല്ലാതെ മറ്റൊന്നും അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കിട്ടല് മക്കയിലെ മുശ്രിക്കുകളുടെ ആവശ്യം. ഇവനെങ്ങാനും അത് ദൈവികമാണെന്ന് പറഞ്ഞാൽ അന്നറിയാം സാഹിത്യകാരന്മാരെയും കവികളെയും അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആളുകളാണ് മക്കയിലുള്ളത്. അവരെങ്ങോട്ടാണോ നിൽക്കുന്നത് അങ്ങോട്ടാ ജനങ്ങൾ നിൽക്കുക. അതുകൊണ്ടാണ് സാഹിത്യകാരന്മാരും കവികളും മുസ്ലിം ആവാതിരിക്കാൻ അവൾ വളരെ ശ്രദ്ധിച്ചത്. അപ്പൊ ഈ വലീദിൻ മുഗീറെങ്ങാനും മുസ്ലിം ആയാൽ മക്ക മുഴുവൻ മുസ്ലിം ആവും. അതുകൊണ്ട് അവരത് ശക്തമായി പിന്തിരിപ്പിച്ചിട്ടുണ്ട്. ഈ ഖുറൈശികളുടെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങിയാണ് അവൻ ഇൻഹാദ ഇല്ല ഖൗലുൽ ബഷർ, ഇതൊരു മനുഷ്യന്റെ വചനമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞത്. അവിടെയും അയാൾ, പിന്നെ അയാൾ അതൊരു ഗ്രന്ഥം കൊണ്ടുവരട്ടെ. ഈ വെല്ലുവിളി ആൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതാ പറഞ്ഞത്, നിങ്ങൾക്ക് ഇത് പ്രവർത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ ലോകാവസാനം വരെ ഇത് പ്രവർത്തിക്കാൻ കഴിയില്ല. ഒന്ന്, ഈ വെല്ലുവിളി, ഒന്നാമത്തെ ഇജാസ് അഥവാ നിങ്ങൾ ഇതുപോലെ ഇതിലുള്ള ഒരു അധ്യായത്തിന് തുല്യമായി കൊണ്ടുവരൂ എന്ന വെല്ലുവിളി ഒരു പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വചനമാണ് എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. രണ്ടാമത്തത്, ഒരു കാലത്തും നിങ്ങൾക്കത് കഴിയില്ല എന്നും പറഞ്ഞു. അന്ന് കഴിയില്ല എന്ന് മാത്രമല്ല പറഞ്ഞു, ഇനി ലോകാവസാനം വരെ ഖുർആന് തുല്യമായ ഒരു ഗ്രന്ഥമോ ഇതിലെ അധ്യായത്തിന് തുല്യമായ ഒരു അധ്യായമോ ഇതിനെ ഏതാനും അധ്യായങ്ങളോ കൊണ്ടുവരാൻ ലോകത്ത് അള്ളാഹു അല്ലാത്ത എല്ലാവരും ഒരുമിച്ച് കൂടി പരിശ്രമിച്ചാലും ലോകാവസാനം വരെ കഴിയില്ല എന്നും അള്ളാഹു പറഞ്ഞു. ഇന്നേ വരെ അത് കഴിഞ്ഞിട്ടുമില്ല. അപ്പൊ ഈ ആയത്തിൽ രണ്ട് രീതിയിലാണ് അള്ളാഹു ഖുർആന്റെ അമാനുഷികത വ്യക്തമായി കേട്ടിയുള്ളത്. പലരും ശ്രമിച്ചു നോക്കിയിട്ടുണ്ടാവാം, പക്ഷെ സാധിക്കൂല. അതാണ് പരിശുദ്ധ ഖുർആന്റെ പ്രത്യേകത. ലോകത്തുള്ള ഖുർആൻ അല്ലാത്ത ഏത് വേദഗ്രന്ഥവും അത് ചുട്ടരിക്കപ്പെട്ടാൽ പിന്നെ കിട്ടൂല. അപ്പൊ ബൈബിള്, ലോകത്തുള്ള ബൈബിൾ എല്ലാവരും കൂടി കത്തിച്ച ബൈബിളില്ല. ഭഗവത്ഗീത കത്തിച്ചാൽ പിന്നെ അതില്ല. ഖുർആൻ കത്തിച്ചാലോ ആ പുസ്തകാട് തീരുന്നേ ഉള്ളൂ. മനുഷ്യന്റെ മനസ്സുകളിൽ, കോടിക്കണക്കിന് മനുഷ്യരുടെ മനസ്സിൽ അല്ലാഹു ഈ ഗ്രന്ഥത്തെ സൂക്ഷിച്ചിട്ടുണ്ട്. അതാണ് ഈ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത. ഇതുപോലെ മനഃപ്പാടമാക്കപ്പെട്ട ഒരു ഗ്രന്ഥം വേറല്ല. ഇതുപോലെ പാരായണം ചെയ്യപ്പെടുന്ന, ഖുർആൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പാരായണം ചെയ്യപ്പെടുന്നതാണ്. ലോകത്ത് ഖുർആൻ പാരായണം നടക്കാത്ത ഒരു സെക്കൻഡും ഇല്ല. ഒരു സെക്കൻഡ് പോലും ഭൂമിയിൽ ഖുർആൻ പാരായണം നടക്കാത്തതായിട്ടില്ല. ആ ഖുർആൻ ലോകാവസാനം വരെ വരുന്ന മനുഷ്യരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരിക്കലും ഇത് കൊണ്ടുവരാൻ കഴിയില്ല എന്ന്. രണ്ട് രീതിയിലാണ് ഈ ആയത്തിൽ അള്ളാഹു ഖുർആനിന്റെ അമാനുഷികത വിശദീകരിച്ചിട്ടുള്ളത്. പിന്നെ അതിന്റെ സാഹിത്യ ശൈലി, അതിലെ ആശയങ്ങൾ, അതിലെ തത്വങ്ങൾ, അതിലെ പ്രതിപാദനങ്ങൾ, അതിലെ നിയമങ്ങളുടെ സാർവലൗകികത, സാർവകാലീനത, എല്ലാ കാലഘട്ടത്തിലേക്കും എല്ലാ തരം ആളുകൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന നിയമവ്യവസ്ഥകളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. വളരെ ലളിതമാണ്. ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ്, ആ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കും. വളരെ ലളിതമാണ്. ഒരുപാട് ദൈവങ്ങൾ, അവരെല്ലാം തൃപ്തിപ്പെടുത്താൻ ഓടി നടക്കുന്ന ഒരു മനുഷ്യന് ഒരിക്കലും ജീവിതത്തിൽ സ്വസ്ഥത കിട്ടൂല. ഈ പ്രപഞ്ചത്തിൽ ഒരു സൃഷ്ടാവ്, ആ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കാൻ വേറൊരാൾ മധ്യസ്ഥത വേണോ? വേണ്ട. അവൻ കണ്ട നാടിയെ കടടുത്താണ്. ആർക്കും, പണക്കാരനും പണിക്കാരനും ഒരേപോലെ എത്തിപ്പിടിക്കാൻ കഴിയുന്ന വിധം അള്ളാഹു സമീപസ്ഥനാണ്. ഏറ്റവും മാനുഷികവും പ്രായോഗികവുമായ ദൈവവിശ്വാസവുമാണ്, ആചാരാനുഷ്ഠാനങ്ങളും നിയമങ്ങളുമാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. പിന്നെ ലോകത്ത് ഒരു ഗ്രന്ഥവും പറയാത്തൊരു കാര്യം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാം? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനെ പറ്റി ചിന്തിക്കുന്നില്ലേ? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി, അത് അള്ളാഹു അല്ലാത്ത ആരിൽ നിന്നെങ്കിലുമാണ് ഉണ്ടായിരുന്നതെങ്കിൽ, പരിശുദ്ധ ഖുർആൻ അള്ളാഹു അല്ലാത്ത ആരിൽ നിന്നെങ്കിലും ഉണ്ടായതായിരുന്നെങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണാൻ സാധിക്കുമായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, 23 കൊല്ലം കൊണ്ടാണ് നമ്മൾ ഒരു പുസ്തകം എഴുതുന്നതെങ്കിൽ ആദ്യം എഴുതിയ എന്താന്ന് അവസാനത്തും ഓർമ്മ ഉണ്ടാവില്ല. 23 കൊല്ലം കൊണ്ട് ഓരോ അധ്യായവും ഒരേ സമയത്തല്ലല്ലോ ഇറങ്ങുന്നത്. ഒരു സൂറത്ത് തന്നെ ഒരേ സമയത്തല്ലല്ലോ ഇറങ്ങുന്നത്. ഉദാഹരണം, സൂറത്തുൽ അലക്കിലെ ആദ്യത്തെ 5 ആയത്ത് ഇറങ്ങി, ബാക്കി പിന്നെ എപ്പോഴാണ് ഇറങ്ങുന്നത്?
പിന്നെ സൂറത്ത് ദുഹ ഇറങ്ങണ്, പിന്നെ മുസമ്മിൽ ഇറങ്ങണ്, മുദ്ദസ്സിർ ഇറങ്ങണ്. അപ്പൊ പല സൂറത്തിലെ പല ആയത്തുകൾ പല സന്ദർഭത്തിൽ പല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഇറങ്ങുന്നു. അത് 23 കൊല്ലം കൊണ്ട് ഗ്രന്ഥരൂപത്തിൽ വരുന്നു. എന്നിട്ട് അതിൽ ഒരു വൈരുദ്ധ്യമില്ല. അള്ളാഹു അല്ലാത്ത ആരെങ്കിലുമാണ് ഖുർആൻ എഴുതി ഉണ്ടാക്കിയതെങ്കിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ അതിൽ കാണാൻ സാധിക്കുമായിരുന്നു, യാതൊരു സംശയവും. ഖുർആന്റെ പ്രത്യേകത അത് ആർക്കും പഠിക്കാം, പഠിപ്പിക്കുകയും ചെയ്യാം. പഠിക്കാനും പഠിപ്പിക്കാനും ബേസിക് ക്വാളിഫിക്കേഷൻ ആവശ്യമില്ലാത്ത ലോകത്തെ ഏക ഗ്രന്ഥം ഖുർആനാണ്. ഖുർആൻ വിജ്ഞാനത്തിന്റെ കേദാരമാണ്. പക്ഷെ അത് പഠിക്കാനും പഠിപ്പിക്കാനും ബേസിക് ക്വാളിഫിക്കേഷൻ ഇല്ല. അതാദ്യമായി പഠിപ്പിക്കാൻ വന്ന വ്യക്തി ഉമ്മിയെ, സ്വന്തം പേരെഴുതാൻ പോലും അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല. അപ്പൊ പിന്നെ ഖുർആൻ ഏത് പ്രായക്കാർ, ഏത് വൈജ്ഞാനികമായി അറിയാത്തവർക്കും അറിയുന്നവർക്കും സാധാരണക്കാർക്കും ഇത് പഠിക്കാൻ കഴിയും. ഇതിൽ പഠിപ്പിക്കാനും വല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടോ? ഇല്ല. പഠിക്കാനുണ്ടോ? ഇല്ല. പ്രത്യേകിച്ച് പ്രായമുണ്ടോ? ഇല്ല. ഇനി എഴുതാൻ തുടങ്ങേണ്ടത് എഴുതി തുടങ്ങാം. ഖുർആൻ ഇറങ്ങിയ രൂപത്തിലല്ലല്ലോ, പുസ്തക രൂപത്തിൽ ക്രോഡീകരിച്ചപ്പോണ്ടായത്. ഇറങ്ങിയ രൂപത്തിലാണ് ക്രോഡീകരിച്ചതെങ്കിൽ ആദ്യം വരുന്ന സൂറത്തുൽ അലക്കാണ്. പക്ഷെ സൂറത്തുൽ അലക്ക് 97-ാമത്തെ അധ്യായമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സൂറത്തുൽ ബഖറ മദീനയിൽ ഇറങ്ങിയതാണ്, അതാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. ഫാത്തിഹ, സൂറത്തുൽ ബഖറ. അപ്പോ ഈ ഖുർആന്റെ പ്രത്യേകത, ഏതൊരു പുസ്തകവും 1-ാമത്തെ അധ്യായം വായിക്കാത്തവന് 2-ാമത്തെ അധ്യായം മനസ്സിലാവില്ല. 1-ാം ക്ലാസ്സിൽ പഠിക്കാത്തൊരു കുട്ടീനെ 2-ാം ക്ലാസ്സിൽ ഇരുത്താൻ കഴിയില്ല. എന്നാൽ ഖുർആനോ, നിങ്ങൾ കണ്ണടച്ച് ഖുർആൻ തുറന്നു, എവിടുന്നാണോ കിട്ടിയത് അവിടെ നിന്നാണ് പഠിച്ചോളൂ. ഖുർആൻ പഠിക്കാൻ കഴിയും. ലോകത്ത് ഏതുണ്ട് ഇങ്ങനെ ഒരു ഗ്രന്ഥം? അതേപോലെ തന്നെ ഈ വെല്ലുവിളിച്ച ആയത്തുണ്ടല്ലോ, മിൻ മിസിലിഹി എന്നതിലെ മിൻ എന്ന അവ്യയം അനുസരിച്ച് ഖുർആനിലുള്ള ഒരു ആയത്തിന് തുല്യമായ ഒരു 10 ആയം, അല്ല ഒരു 10 അധ്യായം, ഖുർആനിലുള്ള അധ്യായത്തിന് തുല്യമായ ഒരു 10 അധ്യായം കൊണ്ടുവരൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, നമ്മൾ പരിശുദ്ധ ഖുർആനെ ആവേശപൂർവ്വം നെഞ്ചേറ്റിട്ട് അതിലെ ഒരായത്തിന് തുല്യമായ ഒരു ആയത്ത് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ആരോട് ചോദിക്കരുത്. ഖുർആൻ അങ്ങനെ വെല്ലുവിളിച്ചില്ലല്ലോ. ഏറ്റവും ചുരുങ്ങിയത് ഒരു സൂറത്താണ്. എന്തേ ഒരായത്ത് പറയാതിരുന്നത്? എന്റെ ശബ്ദം കേൾക്കുന്ന, ക്ലാസ് കേൾക്കുന്ന ആളുകൾ ഇതിന്റെ ഉത്തരം ഒന്ന് നാളെ കമന്റ് ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിച്ചു, ഒന്ന് ഈ ഗ്രന്ഥം പോലെ ഒരു ഗ്രന്ഥം കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു 10 സൂറത്തെങ്കിലും കൊണ്ടുവരിക, അല്ലെങ്കിൽ ഈ ഖുർആനിലെ ഒരധ്യായത്തിന് തുല്യമായ അധ്യായമെങ്കിലും കൊണ്ടുവരിക. അള്ളാഹു ഖുർആനിലെ ഒരായത്തിന് തുല്യമായ ഒരായത്ത് നിങ്ങൾ കൊണ്ടുവരിക എന്ന് വെല്ലുവിളിക്കാതിരുന്നതെന്ന് ഈ കേൾക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും അതിന്റെ ഉത്തരം അറിയുമെങ്കിൽ ഒന്ന് നാളെ നിങ്ങൾ നമ്മളെ ഗ്രൂപ്പിൽ കമന്റ് ചെയ്യണം. അള്ളാഹ്ക്ക് അങ്ങനെ വെല്ലുവിളിക്കാനോ? ഈ പരിശുദ്ധ ഖുർആനിലെ 6000 ചില്ലാനം ആയത്തിന് ഏതെങ്കിലും ആയത്തിന് തുല്യമായ ഒരു ആയത്ത് നിങ്ങൾ കൊണ്ടുവരൂ എന്ന വെല്ലുവിളി ഖുർആനിലില്ല. എന്തുകൊണ്ടില്ല? ആർക്കെങ്കിലും ഉത്തരം കിട്ടുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പോ സ്വാഭാവികമായി ഈ ഗ്രന്ഥത്തിന്റെ അത്ഭുത ദൈവികത ബോധ്യപ്പെട്ടാൽ അത് വിശ്വസിക്കുന്ന നിർബന്ധമാണ്. ഖുർആനിലെ നിയമങ്ങൾ, ഖുർആനിലെ പിന്നെ അതിന്റെ പ്രതിപാദന രീതി, ഖുർആനിന്റെ എല്ലാ കാര്യങ്ങളും അത് ഏറ്റവും അത്ഭുതകരമാണ്, അത് ദൈവികമാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ വിശ്വസിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ വിശ്വസിക്കാതിരുന്നാൽ ഫത്തഖുന്നാർ, അതാണ് നരകത്തെ പറ്റി ഇവിടെ പറഞ്ഞത്. ഇത് ജൂതന്മാരോടും ക്രിസ്ത്യാനോടും പറഞ്ഞത്. കാരണം അവർക്ക് ഇത് ദൈവിക ഗ്രന്ഥം ശരിക്കും അറിയാലോ, തൗറാത്തിലും ഇഞ്ചിയിലും. ഇനിയൊരു പ്രവാചകൻ വരാനുണ്ട് എന്ന സുവിശേഷം അറിയിച്ചിട്ടുണ്ടല്ലോ. അവർ ഈ പ്രവാചകനെ കാത്തു നിൽക്കുകയാണല്ലോ. ജൂതന്മാരും ക്രൈസ്തവരും അറബികളും തമ്മിൽ സംഘട്ടനം ഉണ്ടാവും. ജൂത ക്രൈസ്തവർ അറബികളോട് പറയും അത്രേ, ഞങ്ങൾക്കൊരു പ്രവാചകൻ വരാണ്ട്, ആ പ്രവാചകൻ വരട്ടെ, അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ ആക്രമിക്കും, അങ്ങനെ നിങ്ങൾ തോൽപ്പിക്കും. ഇതേ സൂറത്തില് 87-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇത് സത്യപ്രവാചകനാണെന്നും
ഇത് വേദഗ്രന്ഥാണെന്ന് അറിയാം. ഏതുപോലെ കമായഅരിഫൂന അബ്നാഅഹും, ഖുർആൻ അങ്ങനെ പറഞ്ഞത്, അവർക്ക് അവരുടെ മക്കളെ അറിയുന്നത് പോലെ. നിന്റെ മകനെ കണ്ട എന്റെ മകനാന്ന് നിനക്ക് മനസ്സിലാവൂലേ? അത് മനസ്സിലാവൂലേ? നിന്റെ ഭാര്യനെ കണ്ട എന്റെ ഭാര്യ നിനക്ക് മനസ്സിലാവൂലേ? നിന്റെ വീട് കണ്ട എന്റെ വീടാന്ന് നിനക്ക് മനസ്സിലാവൂലേ? നമ്മൾ ആരെങ്കിലും സ്വന്തം വീട്ടിൽ നടന്നു പോകുമ്പോൾ വഴി തെറ്റിപ്പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്താ കാരണം? വീട് നമുക്കറിയാം, മക്കളെ നമുക്കറിയാം, എവിടെ കണ്ടാലും നമുക്ക് തിരിച്ചറിയാം. അതുപോലെ ഈ പ്രവാചകൻ സത്യപ്രവാചകനാണെന്ന് വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്കറിയാം. എങ്കിൽ പിന്നെ ഇതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. ഇനി ഇതല്ലാത്ത ആളുകളോ ഖുർആനെ പറ്റി ചിന്തിക്കണം. ഖുർആൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം മനുഷ്യർക്ക് ദോഷകരമാണ് എന്ന് തെളിയിക്കാൻ ഇന്നവരെ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. ഖുർആൻ വിരോധിച്ച ഒരു സംഗതി ജനങ്ങൾക്ക് വളരെ ആവശ്യമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഖുർആൻ അനുവദിച്ചതാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഏറ്റവും ഗുണകരം. ഖുർആൻ വിരോധിച്ചതെല്ലാം മനുഷ്യർക്ക് ദോഷകരമാണ് എന്നിടത്തേക്കാണ് ലോകെത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായിരുന്നില്ല. ലോട്ടറി നിരോധിച്ചതാ, നമുക്കത് ഇപ്പോഴാ മനസ്സിലായത്. പലിശ നിരോധിച്ചതാ, നമുക്ക് ദോഷം ഇപ്പോഴാ മനസ്സിലായത്. ഇപ്പൊ ലോകം പലിശരഹിത ബാങ്കിങ്ങിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇസ്ലാമിക് ബാങ്കിങ് ഇന്ന് ലീഡിംഗ് ബാങ്കിങ് സിസ്റ്റമാണ്. ഗൾഫ് രാജ്യത്തിൽ അതിശക്തമായ സാമ്പത്തിക പിരിമുറുക്കം വന്നപ്പോ, ഇത് സാമ്പത്തിക പ്രതിസന്ധി വന്നല്ലോ, എല്ലാ ബാങ്കും തകർന്നു പോയില്ലേ. പിടിച്ചിരുന്നത് ഇസ്ലാമിക് ബാങ്കായി. ബ്രിട്ടീഷ് ബാങ്കൊക്കെ ഓനെ കെട്ടിടം വിറ്റിട്ടാണ് കടം വീട്ടിയത്. അത്രമേൽ സാമ്പത്തിക പ്രയാസം വന്നു, ക്രൈസിസ് വന്നു. പിടിച്ചിരുന്നത് ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റമാണ്. അത് 1400 കൊല്ലം മുമ്പ് ഖുർആൻ പഠിപ്പിച്ചത്. ഖുർആനിലെ ധാർമ്മികത, ഖുർആനിലെ നിയമവ്യവസ്ഥകൾ, ഖുർആൻ പഠിപ്പിക്കുന്ന യുദ്ധ നിയമങ്ങൾ എല്ലാം ഏറ്റവും ശാസ്ത്രീയവും പുരോഗമനപരവും കാലികവുമാണ്. ഇത് ബോധ്യപ്പെട്ടാൽ ഇന്നത്തെ ആളുകൾ എന്ത് ചെയ്യണം? അത് വിശ്വസിക്കണം. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിക് ബാങ്കിങ്ങിനെ പറ്റി ക്ലാസ് നടക്കുന്നത് മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ മുസ്ലിം അല്ലാത്ത ആളുകളാണ്. അവർക്ക് ബാധ്യതല്ലേ ഈ ഖുർആൻ എങ്ങനെ ഇത്ര നല്ലൊരു തത്വം 1400 കൊല്ലം മുമ്പ് സ്വന്തം പേരെഴുതാൻ അറിയാത്ത ഒരാൾക്ക് ലഭിച്ചൊക്കെ എങ്ങനെ പറയാൻ കഴിഞ്ഞു എന്നുള്ളത് നോക്കണ്ടേ? ചിന്തിക്കൽ ഓരോരുത്തരുടെ ബാധ്യതയാണ്. ഇന്ത്യൻ പാർലമെന്റിൽ രാജ്യദ്രോഹ കുറ്റം ചെയ്താൽ എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് ചർച്ച വന്നു. ഇന്ത്യൻ പാർലമെന്റിൽ BJP-യിൽപ്പെട്ട ഒരു നേതാവ് പറഞ്ഞത് ഖുർആൻ പറഞ്ഞ് ശിക്ഷ കൊടുക്കണം. രാജ്യദ്രോഹ കുറ്റം ചെയ്തവർക്ക് ഖുർആൻ പറഞ്ഞ ശിക്ഷ കൊടുക്കണം എന്ന് പാർലമെന്റിൽ പറഞ്ഞത് ഖുർആനെ എതിർക്കുന്ന ആളുകളാണ്. അപ്പൊ ഖുർആൻ പറഞ്ഞ നിയമങ്ങൾ ഇന്നും കാലികമാണെങ്കിൽ അതെങ്ങനെ 1400 കൊല്ലം മുമ്പ് ഒരു മനുഷ്യന് പറയാൻ കഴിഞ്ഞു എന്ന് ബുദ്ധിയുള്ള മനുഷ്യന്മാർ ചിന്തിക്കാൻ അവർ ബാധ്യസ്ഥരല്ലേ? അതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാത്ത ആളുകൾ ഫത്തഖുന്നാറ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. കുടുംബ സംവിധാനം, ഇസ്ലാമിലെ കുടുംബ സംവിധാനം എത്ര ശാസ്ത്രീയമാണ്. മാതാപിതാക്കളെ സ്നേഹിക്കണം, പരിപാലിക്കണം 17 സ്ഥലത്ത് ആവർത്തിച്ച് പറഞ്ഞൊരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ലോകത്തെവിടെയാ? ലോകത്ത് ചില തത്വശാസ്ത്രങ്ങൾ, കമ്മ്യൂണിസം ലോകത്തോട് പറഞ്ഞത് മാതാപിതാക്കളെ പറ്റി എന്താ പറഞ്ഞത്? കോഴിക്ക് മുട്ടത്തോടുമായിട്ട് എന്ത് ബന്ധം? ഒരു കോഴിക്കുഞ്ഞ് വിരിഞ്ഞു വരുന്നത് ഒരു മുട്ടത്തോടുന്നാണല്ലോ. ആണ് അന്വേഷിച്ചിട്ട് മുട്ടത്തോടിന് അങ്ങനെ കൊണ്ടെടുക്കുക. അയാൾ കോഴിക്ക് മുട്ടത്തോടുമായിട്ട് എന്ത് ബന്ധം? ഒരു ബന്ധുവില്ല. എന്താ അറിയോ? ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് മക്കളുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞാൽ അവരെ പരിപാലിക്കേണ്ടി സംരക്ഷിക്കേണ്ടി ബാധ്യത ഒന്നുമില്ല. അതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഖുർആൻ പറഞ്ഞ എന്താ? എത്ര മാതാപിതാക്കളെ വന്ന് പറഞ്ഞത് അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞതിനോട് ചേർത്തിട്ടാണ്. തൗഹീദിന് എന്ത് മാത്രം പ്രാധാന്യമുണ്ട്? അതേ പ്രാധാന്യത്തോടെ ഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. എത്ര സ്ഥലത്താ ഖുർആൻ പറഞ്ഞത്? ഖളാ റബ്ബുക. എന്താ ഖളാ? ഖാളി എന്ന് പറഞ്ഞാൽ ജഡ്ജി എന്നാണ്. അള്ളാഹു വിധിക്കുകയാണ്. അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു, അവനെ അല്ലാതെ ഓരോ ശക്തിയെയും വ്യക്തിയെയും ആരാധിക്കാൻ പാടില്ല എന്ന് അള്ളാഹു വിധിക്കുകയാണ്. അതേ ശ്വാസത്തിൽ എന്താ പറയാ? വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. തൗഹീദിനോട് ചേർത്ത് മാതാപിതാക്കളോട് നന്മ ചെയ്യണം എന്ന് പഠിപ്പിച്ച ഈ ആയത്തിന്റെ പ്രസക്തി നമുക്ക് വൃദ്ധസദനം പറഞ്ഞു തരുന്നില്ലേ? ആലോചിച്ച് നോക്കി നിങ്ങൾ. അതേപോലെ തന്നെ ഒരു ആരെയാ ഖുർആൻ അവഗണിച്ചത്? ഒരാളെയും അവഗണിച്ചില്ല. നിങ്ങൾ നോക്കൂ, പ്രസവിച്ച ഒരു കുട്ടി
വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വത്തുഹുന്ന. മാതാപിതാക്കൾക്ക് ആ കുട്ടികൾക്ക് വേണ്ട എല്ലാ സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യത മാതാപിതാക്കൾക്കുണ്ട്. ഇനി മാതാപിതാക്കൾ മരിച്ചുപോയാലോ? പ്രസവിച്ച കുട്ടി പ്രസവിച്ച ഉടനെ മാതാവും മരിച്ചു, പിതാവും മരിച്ചു. ആ കുട്ടിയെ ഖുർആൻ അവഗണിച്ചോ? ഇല്ല. ഖുർആൻ എന്താ പറഞ്ഞത്? വഅലൽ വാരിസി മിസ്ലു ദാലിക്. ഈ കുട്ടിക്ക്, ഈ കുട്ടിയുടെ മാതാപിതാക്കൾ എന്തൊരു സംരക്ഷണമാണോ നൽകേണ്ടത്, അതേ സംരക്ഷണം പിന്നെ നൽകേണ്ടത് ഈ മാതാപിതാക്കൾ സ്വത്ത് ആരാണോ ഓഹരി വെച്ചെടുക്കുന്നത് അയാളാണ്. ആ കുട്ടിയെ അവഗണിച്ചില്ല. ആ കുട്ടി വളർന്നു വലുതായി വൃദ്ധനായി. അപ്പോഴാണ് ഞാൻ പറഞ്ഞ എന്നിട്ട് അല്ലാഹ് പറഞ്ഞത് എന്താ? ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. ഛേ എന്നൊരു വാക്ക് പോലും പറയാൻ പാടില്ല. അവരുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന ഒരു വാക്ക് പോലും പറയാൻ പാടില്ല. വലാ തൻഹർഹുമാ, അവരോട് കയർത്ത് സംസാരിക്കാൻ പാടില്ല. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, മാന്യമായി സംസാരിക്കണം. വഖ്ഫിദ് ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മ. ലോകത്തൊരു ഭാഷയിലും ഉണ്ടാവില്ല ഈ പ്രയോഗം. കാരുണ്യത്തിന്റെയും വിനയത്തിന്റെയും. എങ്ങനെ? ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ടാണ് ബാപ്പക്കും ഉമ്മക്കും ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത്, മരുന്ന് വാങ്ങിക്കൊടുക്കുന്നത്, ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നത്. എന്നിട്ട് ഓരോ മുമ്പിൽ വീണ്ടും ഞാൻ താഴ്മ കാണിക്കുക. വഖ്ഫിദ് ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. നമുക്കറിയാലോ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചല്ലോ, എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും ബാധ്യത ആരോടാണ്? 3 പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഉമ്മയോട്, 4മതാണ് പിതാവ് എന്ന്. ഏതായിരുന്നാലും മാതാപിതാക്കളുടെ കടപ്പാടിനെ പറ്റി പറഞ്ഞു. ഒരു ചരിത്രം കൂടി പറയാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോയി. ഒരു മനുഷ്യനുണ്ട്, ഒരു മാതാവിനെ തോളത്ത് വെച്ചിട്ട് തവാഫും സഅയും ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളും നിലത്ത് വെക്കാതെ കൊണ്ട് നടന്ന് ഉമ്മനെ എല്ലാം ചെയ്യിപ്പിച്ചു. അവസാനം വിടവാങ്ങൽ തവാഫ് ചെയ്യാൻ വരുമ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കഅബന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. ഇദ്ദേഹം ചോദിച്ചു, ഇബ്നു ഉമർ, എന്റെ ഉമ്മനെ ഞാൻ വീട്ടിൽ നിന്ന് എടുത്ത് തോളിൽ വെച്ചതാ, നടന്ന് വന്ന് എല്ലാ കർമ്മങ്ങളും ചെയ്യിപ്പിച്ചു, ഒരു ബുദ്ധിമുട്ടും എൻ്റെ ഉമ്മക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ഉമ്മയോടുള്ള എല്ലാ കടപ്പാടും തീർത്തവനാകുമോ? എൻ്റെ മാതാവിനോടുള്ള കടപ്പാട് തീർത്തവനായി ഞാൻ മാറുമോ എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്നാണ്. പിന്നെ നീ ഈ ചെയ്തതെല്ലാം കൂടി കൂട്ടിയാൽ ഉമ്മ നിന്നെ ഗർഭം ചുമന്നപ്പോഴോ പ്രസവിക്കുമ്പോഴോ പുറത്തേക്ക് വിട്ട ഒരു നിശ്വാസത്തിന്റെ അടുത്തെത്തൂല. അത്രമേൽ ബാധ്യത. എത്ര ശാസ്ത്രീയമാണ്. ഇപ്പം അമേരിക്കയിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ വളരെ അത്ഭുതകരമായ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാല്, ഭർത്താവ് വിട്ടുപോയി ഭാര്യ, അത് അവിടെ കുടുംബജീവിതത്തിനൊന്നും ഒരു അർത്ഥമില്ലല്ലോ, ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ. മോൻ വേറെ പെണ്ണിന്റെ കൂടെ പോയി, നാട് വിട്ടുപോയി, യാതൊരു അറിവുമില്ല, എവിടേക്കോ പോയി ചുറ്റി തിരിഞ്ഞയാൾ മുസ്ലിമായി. മുസ്ലിം ആയപ്പോഴാണ് ഭാര്യയുള്ള കടപ്പാളിയാൾ പഠിക്കുന്നത്. അങ്ങനെ തിരിച്ചു വന്ന് ഭാര്യ ഏറ്റെടുക്കുന്നു. പൂർവാധികം സ്നേഹത്തോടെ ഭാര്യ ഇതൊക്കെ മാറ്റം. അപ്പോഴാണ് ഭാര്യ ഭർത്താവിലൂടെ ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കുന്നു, അവൾ ഇസ്ലാമിലേക്ക് വരുന്നു. മാതാപിതാക്കളെ സംരക്ഷിക്കാൻ എന്നൊരു ഏർപ്പാടില്ലല്ലോ. ഒരു പ്രായമായാൽ ബോയ് ഫ്രണ്ടിന്റെ കൂടെ പോയല്ല, പിന്നെ കുടുംബമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ മക്കള് മാതാപിതാക്കൾ ഉപേക്ഷിച്ചു പോകും. എവിടെയോ എങ്ങനെയോ അയാൾ ഇസ്ലാമിലേക്ക് വരും. ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷമാണ് മാതാപിതാക്കളുടെ കടപ്പാടിനെ പറ്റി മനസ്സിലാക്കുന്നത്. തിരിച്ചു വീട്ടിലേക്ക് എത്തുന്നു. മാതാപിതാക്കളെ പൂർവാധികം ശക്തിയോടെ സ്നേഹിക്കുന്നു, പരിചരിക്കുന്നു. മാതാപിതാക്കളെ അന്വേഷിക്കുന്നു, ഈ മകൻ എന്ത് പറ്റി? അപ്പോഴാണോ അവന്റെ ഇസ്ലാമിനെ പറ്റി അവർ മനസ്സിലാക്കുന്നു. ആ മാതാപിതാക്കളെ ഇസ്ലാമിലേക്ക് വരുന്നു. ഇങ്ങനെ ഓരോ ഘട്ടം, ഓരോ നിയമം പരിശോധിച്ച ഒരു മനുഷ്യനോട് ഒരു 10 ഉറുപ്യ കടം വാങ്ങുമ്പോ എന്തൊക്കെ നിബന്ധന പാലിക്കണം, എത്ര ശാസ്ത്രീയമാണ്. ഖുർആന്റെ ആയത്തുദ്ദൈൻ, കടത്തിന്റെ ആയത്തൊന്ന് വായിച്ചു നോക്കട്ടെ. ഒരൊറ്റ മനുഷ്യന്റെ ജാതി മത വ്യത്യാസമൊന്നുമില്ല. ഒരുത്തന്റെയും അധ്വാനം നഷ്ടപ്പെടാൻ പാടില്ല, ഒരാളും പറ്റിപ്പിക്കപ്പെടാൻ പാടില്ല. എല്ലാവരും സമ്പത്തിന് വിലയും നിലയുണ്ട്. അതുകൊണ്ട് കടം വാങ്ങുമ്പോഴും കൊടുക്കലും പാലിക്കേണ്ട മര്യാദ എത്ര കൂടുതൽ, ഏറ്റവും വലിയ ആയത്താണ്. ഇതൊക്കെ മനസ്സിലായാൽ പിന്നെ ആ ഗ്രന്ഥം അംഗീകരിക്കൽ ഓരോ മനുഷ്യന്റെയും ബാധ്യതയാണ്. അത് ചെയ്യുന്നില്ലെങ്കിൽ ഫത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം.
വഖൂദുഹ, വഖൂദ് എന്ന് പറഞ്ഞാൽ വിറക് എന്നാണ്. ഹതബ് ഇന്ധനം എന്നൊക്കെ. ഹതബ് എന്ന് പറഞ്ഞാൽ വിറക്. വഖൂദുഹ അതിന്റെ വിറക് അല്ലെ അതിന്റെ ഇന്ധനം അന്നാസു ജനങ്ങളും വൽ ഹിജാറ കല്ലുകളുമാണ്. എന്തിനാണ് ഈ കല്ലുകളെ പറ്റി പറഞ്ഞത്? അതിന് രണ്ട് മൂന്ന് ഉത്തരങ്ങളാണുള്ളത്. ഒന്ന്, ദുനിയാവിലെ അഗ്നിക്ക് കല്ലിനെ കരിക്കുവാനോ ഉരുക്കിക്കളയാനോ ഉള്ള പവറില്ല. നമ്മുടെ വീട്ടിൽ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ LP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളെ സ്കൂളിന്റെ അടുത്ത് ഒരു വീട് രാത്രി കത്തിപ്പോയി. ഒരുപാട് കൊല്ലം മുമ്പാട്ടോ. തീ ഇങ്ങനെ ആളുന്നത് കണ്ടിട്ടാണ് വളരെ ദൂരത്തുനിന്ന് ആളുകൾ വന്നിട്ട് ആ തീ കെടുത്തത്. ഒരു വീട് പൊളിച്ച് ആ പൊളിച്ച വസ്തുക്കളെ കൊണ്ട് ഒരു ഷെഡ് ഉണ്ടാക്കി. ഷെഡിൽ താമസിക്കുകയാണ് ഈ കുടുംബം. 5 കുട്ടികളും ഒരു ഉമ്മയും ഒരു ബാപ്പയും. ഈ പുതിയ വീടിന്റെ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അട്ടിക്ക് വെച്ച് ഒരു 5-6 ആൾക്ക് കിടക്കാനുള്ള സ്ഥലമേ ബാക്കിയുള്ളൂ. പുതിയ വീടിന്റെ പണി പുറത്ത് നടന്നുകൊണ്ടിരിക്കും. ഈ ഫർണിച്ചറിനും ഈ മരത്തിനും തീ പിടിച്ചു. 5 കുട്ടികളും വെന്തുരുകിപ്പോയി. കിട്ടിയില്ല, 5ന് കിട്ടിയില്ല. പിന്നെ എന്തൊക്കെയോ കുറച്ച് കല്ലും ജലത്തിന്റെ ഭാഗങ്ങളൊക്കെ കിട്ടി. അതിങ്ങനെ ചേർത്ത് വെച്ച് മെല്ലെ പൊതിഞ്ഞു കൊണ്ടുപോയിട്ട് മറമാടിയത്. 5 പെൺകുട്ടികൾ കത്തിപ്പോയി. ആ വീട് പിറ്റിയത് കാണാൻ പോയത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇനി 8 വയസ്സാണ് പ്രായം. ഓട് പൊട്ടിത്തെറിച്ചു, മരം മുഴുവൻ കത്തി. ഓലയാണല്ലോ, ഓല കത്തി എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു സൈഡിൽ ഓടുണ്ടായിരുന്നു, അതും പൊട്ടിത്തെറിച്ചു. പക്ഷെ കല്ല് കത്തിയിട്ടില്ല. കല്ല് കറുത്ത് നിന്നില്ല. കാരണം ദുനിയാവിലെ അഗ്നിക്ക് കല്ല് കരിക്കാനുള്ള കഴിവില്ല. അത് എന്തിനാ പറഞ്ഞെന്നറിയോ? നരകാഗ്നിയുടെ ശൗര്യം, അതിന്റെ കടുപ്പം. ദുനിയാവിലെ അഗ്നിയുടെ 69 ഇരട്ടി ചൂടുണ്ട് നരകാഗ്നി. അപ്പൊ അതിന് കല്ലിനെ കരിക്കാനുള്ള അത്രയും പവർ ഉണ്ട് എന്ന് കാണിക്കാനായിരിക്കാം ഒരു പക്ഷേ ഈ നരകത്തിന്റെ ഇന്ധനത്തെ പറ്റി പറഞ്ഞപ്പോ കല്ലിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അതാണ് ഒരു വ്യാഖ്യാനം. രണ്ടാമത്തത്, പെട്ടെന്ന് കത്തുന്ന അസഹ്യനാറ്റമുണ്ടാക്കുന്ന ഒരുതരം ഗന്ധക കല്ലുകൾ നരകത്തിൽ കത്തിക്കപ്പെടുന്നുണ്ട് എന്ന് ചില വ്യാഖ്യാതാക്കളും സഹാബികളും പറയുന്നു. മൂന്നാമത്തത്, വിഗ്രഹം ഉണ്ടാക്കല് ഈ കല്ലുകൊണ്ടാണല്ലോ. ആ കല്ലിന് അള്ളാഹു നാളെ നരകത്തിൽ കത്തിക്കും. ആ അർത്ഥത്തിലാണ് വഖൂദു ഹന്നാസു വൽ ഹിജാറ, നരകത്തിലെ ഇന്ധനം മനുഷ്യരും കല്ലുകളുമാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്നാണ് മൂന്നാമത്തെ വ്യാഖ്യാനം. ഏതായിരുന്നാലും ഫത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം. ഒരു മനുഷ്യന്റെ ജീവിതം വിജയിച്ചു എന്ന് പറയുന്നത് എപ്പോഴാണ്? നമ്മൾ ദുനിയാവിൽ പല അടയാളങ്ങളും നോക്കും. വിദ്യാഭ്യാസം ചെയ്തു, നല്ല ജോലി കിട്ടി, വീട്ടിന്റെ തൊട്ടടുത്ത് സർക്കാർ ജോലി, മൂത്രമൊഴിക്കാൻ വരെ വീട്ടിക്ക് വരാം, ഒരു 5ന്റെ പൈസ കോഴ കൊടുക്കാതെ സർക്കാർ ജോലി കിട്ടിയാൽ അവനെ പറ്റി അവൻ രക്ഷപ്പെട്ടു എന്ന് പറയാറുണ്ട്. ഗൾഫിൽ പോയി ചുരുങ്ങിയ കാലം കൊണ്ട് വലിയ പണം ഉണ്ടാക്കി തിരിച്ചു വന്ന് നാട്ടിൽ ബിസിനസ്സും കാര്യങ്ങളും, നാട്ടിൽ പിന്നെ ഗൾഫിലും ബിസിനസ്, ഒരു നല്ല വീട്, നല്ല വാഹനം, റോഡ് സൈഡിൽ എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവൻ രക്ഷപ്പെട്ടു എന്ന് പറയാറുണ്ട്. എന്നാൽ ഖുർആൻ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴാണ് സൂറ ആലു ഇമ്രാന്റെ 185 ആയത്ത് പരിശോധിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആയത്താണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരിക്കും. ലോകത്ത് ശാസ്ത്രം വളർന്ന് മരിക്കാത്ത അല്ലെ മരിച്ചവരെ രണ്ടാമത് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം വരും. ഒരു കാലത്തും ഉണ്ടാവില്ല. മരിക്കാതെ നിൽക്കുക എന്നത് സാധ്യമേ അല്ല. ഖുർആൻ പറഞ്ഞു, എത്ര മൗത്ത്, നിങ്ങൾക്ക് ആയുധം പിന്നെ എന്താ പറയാ വൈജ്ഞാനിക ശക്തിയും ശാസ്ത്ര സാങ്കേതിക വിദ്യ ഒക്കെ ഉണ്ടല്ലോ, ഉണ്ട്. ഞങ്ങൾ മരണത്തെ ഒന്ന് തട്ടി മാറ്റി കഴിയില്ല എന്നാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ കർമ്മങ്ങൾ ശരിയാവട്ടെ തെറ്റാവട്ടെ, അതിന്റെ പൂർണ്ണമായ പ്രതിഫലം പരലോകത്ത് വെച്ച് മാത്രമേ കിട്ടൂ. എന്നിട്ട് അള്ളാഹ് പറഞ്ഞൊരു വാക്ക് നമ്മൾ മറക്കാൻ പാടില്ല. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഒരു വാക്ക് കൊണ്ടോ നോട്ടം കൊണ്ടോ സാന്നിധ്യം കൊണ്ടോ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സഹായിക്കാത്ത പരലോകത്ത് അടിവരട്ട് മനസ്സിലാക്കണം. എന്റെ കുട്ടിക്ക് 40 ലക്ഷം റുപ്യന്റെ ഓപ്പറേഷൻ വന്നു എന്ന് വെക്കുക.
എല്ലാ മാരക രോഗത്തുനിന്നും അള്ളാഹു നമ്മയും നമ്മുടെ സന്താനങ്ങളെയും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ വന്നു നിൽക്കേണ്ട 5 പൈസ അല്ല. ഞാൻ വല്ല ഫിറോസ് കുന്നുംപറമ്പിലോ അല്ലെ സാമൂഹിക പ്രവർത്തകരെയോ അല്ലെങ്കിൽ MLA-നെയോ മന്ത്രിയെയോ ഖാദിയെയോ ഹത്തീബിനെയോ നാട്ടിലെ പ്രമുഖരെയോ വിളിച്ച് എന്റെ വെട്ടി നിർത്തിയിട്ട് സോഷ്യൽ മീഡിയ ഒറ്റ കരച്ചിൽ ഇവരുടെ വക ഒരു അനൗൺസ്മെന്റ്, ഞങ്ങൾ ഈ കുടുംബം വളരെ പ്രയാസത്തിലാണ്, എല്ലാവരും 100 രൂപ വെച്ചിട്ട് കൊടുത്തിട്ട് ഇയാളെ രക്ഷപ്പെടുത്തണം, ഈ കുട്ടിയെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ 1-2 ദിവസം കൊണ്ട് 40 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് വരും. കാരണം നമ്മളെ അറിയാത്ത ആളുകളും നമ്മെ സഹായിക്കും. അതാണ് ദുനിയാവിന്റെ പ്രത്യേകത. എന്നാൽ പരലോകത്ത് ഒരു ഫിറോസ് കുന്നുംപറമ്പിൽ മുമ്പൊന്നും കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഒരു MLA-നെ നിർത്തി കരഞ്ഞിൽ കയറുക. കാരണം ഒരാളും വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ സാന്നിധ്യം കൊണ്ടോ സഹായിക്കൂല. അതുകൊണ്ടാണ് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി. മാതാപിതാക്കളെ കുട്ടികളെ കാണുമ്പോൾ ആട്ടുമൊട്ട് ഓടി അകലുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണ് ഇപ്പൊ അതിന്റെ കഥകൾ ആലോചിച്ചു. എത്ര കാലം മുമ്പ് കണ്ടതാ മക്കളെ. ഇപ്പൊ ഞാൻ എന്റെ വാപ്പനെ കണ്ടില്ല. എനിക്ക് 57 വയസ്സായി. പരലോകത്ത് അള്ളാഹു ഉപ്പാനെ കാണിച്ചു തരുന്നു. ഞാൻ പോയി കെട്ടിപ്പിടിക്കലാണോ ഓടി അകലാണോ? ഓടി അകലാണ്. ജീവിതത്തിൽ കാണാത്ത പിതാവിനെ കണ്ട് ഓടി കെട്ടിപ്പിടിക്കല്ല. ആ പിതാവാന്ന് അറിഞ്ഞാല് സർവശക്തിയുത്ത് മാറുകയാണ്. അതാണ് പറയണം. അവിടെ നരകത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ട് സ്വർഗത്തിൽ ഒരാൾ പ്രവേശിപ്പിക്കപ്പെട്ടാൽ അവനാണ് വിജയി. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഫത്തഖുന്നാറ, നിങ്ങൾ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണം. വഖൂദുഹ, അതിലെ ഇന്ധനം അന്നാസു വൽ ഹിജാറ, ജനങ്ങളും കല്ലുകളുമാണ്. ഉഇദ്ദത്ത്, അത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. തയ്യാറാക്കി. ഉഇദ്ദത്ത്, അത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ലിൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക്. സ്വർഗത്തെ പറ്റി പറഞ്ഞപ്പോ ഉഇദ്ദത്തിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് അത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത് സ്വർഗവും നരകവും നേരത്തെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഉഇദ്ദത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, തയ്യാറാക്കുന്നല്ല, തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ അതാണ് ഒന്നാമത്തെ തെളിവ്. ഇസ്ലാമിലെ ഒന്നാമത്തെ പ്രമാണം ഖുർആനാണ്. ഖുർആനിൽ ഇത് ഒരുപാട് സ്ഥലത്ത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഉഇദ്ദത്തിൽ മുത്തഖീൻ, നരകത്തെ പറ്റി പറയുമ്പോൾ ഉഇദ്ദത്തിൽ കാഫിരി. അപ്പൊ നരകവും സ്വർഗവും നേരത്തെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ തെളിവ് ഇത്തരം ആയത്തുകൾ. ഹദീസുകളിൽ ധാരാളം തെളിവുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകവും സ്വർഗവും സൃഷ്ടിച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ കൊണ്ട് സന്ദർശിക്കാൻ വേണ്ടി പറഞ്ഞൊരു ഹദീസ്. നരകവും സ്വർഗവും, അള്ളാഹു സൃഷ്ടിച്ച നരകവും സ്വർഗവും ആദ്യമായിട്ട് സൃഷ്ടി സന്ദർശിക്കുക. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമുക്കറിയാം അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത മലക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവനൊരു ശബ്ദം ഉണ്ടാക്കും. ആ ശബ്ദം ആദ്യമായി കേൾക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. അദ്ദേഹം അള്ളാഹുവിലേക്ക് നോക്കും. അള്ളാഹു ജിബ്രീലുമായി നടക്കും, ആശയ കൈമാറ്റം നടക്കും. അങ്ങനെയാണ് ആ കാര്യം ചെയ്യുക. അപ്പൊ അള്ളാഹു എല്ലാ കാര്യവും ആദ്യമായി പങ്കുവെക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട്. അള്ളാഹു ഒരു മനുഷ്യനെ സ്നേഹിച്ചാൽ ആ സ്നേഹിച്ചിരിക്കുന്ന വിവരം അള്ളാഹു ആദ്യം പറയല് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോടാണ്. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നരകവും സ്വർഗവും സന്ദർശിക്കാൻ പോവാണ്. സ്വാഭാവികമായിട്ട് ആദ്യം പോലെ കണ്ട സ്വർഗത്തിൽ കാണും. സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന കർണാനന്ദകരമായ അനുഭവങ്ങളും പ്രതിഫലങ്ങളും സുഖ സൗകര്യങ്ങളും നിഅമത്തുകളും സുഖാനുഗ്രഹങ്ങളും കണ്ട് അദ്ദേഹം, അത് മാത്രമല്ല, ഈ സ്വർഗം കിട്ടാൻ ആവശ്യമായ പ്രവർത്തനങ്ങളെ കൊണ്ടാണ് അള്ളാഹു സ്വർഗം മൂടി വെച്ചിട്ടുള്ളത്. അത് അള്ളാഹിന്റെ കുദറത്താണ്. ഈ പ്രവർത്തനം കൊണ്ട് എങ്ങനെയാ സ്വർഗം മൂടുക എന്ന് നമുക്കറിയില്ല. ആത്മീയ ലോകത്ത് നടക്കുന്ന സംഗതികളാണ്. അപ്പൊ സ്വർഗം മാത്രമല്ല അദ്ദേഹം കണ്ടത്, സ്വർഗം ലഭിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളും അദ്ദേഹം കണ്ടു. നരകത്തിൽ പോയി. നരകത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന കഠിന കഠോരമായ ശിക്ഷകൾ. വലാ യൂസിഖു വസാഖഹു അഹദ് വലാ യുഅദ്ദിബു അദാബഹു അഹദ്. അന്ന് അവൻ ശിക്ഷിക്കുന്നത് പോലെ ഒരാൾക്കും ശിക്ഷിക്കാൻ കഴിയൂല. അന്ന് അവൻ ബന്ധിക്കുന്നത് പോലെ നമുക്ക് മറ്റൊരു മനുഷ്യനെ കയറുകൊണ്ടോ ചങ്ങല കൊണ്ടോ ബന്ധിക്കാൻ കഴിയില്ല. ശക്തമായ ബന്ധനവും ശക്തമായ ശിക്ഷയാണ്.
മാത്രമല്ല നരകത്തിൽ കടക്കാൻ ആവശ്യമായ അല്ലെ നരകത്തിൽ കടത്താൻ അർഹമാക്കുന്ന പ്രവർത്തനങ്ങളും അതുകൊണ്ടാണ് നരകം മൂടി വെച്ചിട്ടുള്ളത്. ഇത് രണ്ടും കണ്ടുവന്നു ഈ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളഹാനോട് പറഞ്ഞൊരു അഭിപ്രായം സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുക. സ്വർഗത്തെ പറ്റി അദ്ദേഹം പറഞ്ഞത്, അള്ളാഹു ഞാൻ സ്വർഗം കണ്ടു, സ്വർഗം ലഭിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളും ഞാൻ കണ്ടു, മനുഷ്യർക്ക് പ്രയാസകരമായ കാര്യങ്ങളെ കൊണ്ടാണല്ലോ നീ സ്വർഗം മൂടി വെച്ചിട്ടുള്ളത്, അതെല്ലാം ചെയ്തിട്ട് ഒരു മനുഷ്യനിൽ കടക്കുവോ എന്ന് ഞാൻ സംശയിക്കുന്നു. നരകത്തെ പറ്റി പറഞ്ഞ അദ്ദേഹം, നരകത്തില് നീ മൂടി വെച്ചിട്ടുള്ളത് നരകത്തിൽ കടക്കാൻ മനുഷ്യനെ അർഹരാക്കുന്ന കാര്യങ്ങളല്ലേ, മനുഷ്യന്റെ മനസ്സ് ആഗ്രഹിക്കുന്ന എന്തൊക്കെ ഉണ്ടോ അത്തരം ആഗ്രഹങ്ങളെ കൊണ്ടാണല്ലോ റബ്ബേ നീ നരകം മൂടി വെച്ചിട്ടുള്ളത്, അതെല്ലാം മാറ്റി നിർത്തി അതിനൊരാൾക്ക് രക്ഷപ്പെടാൻ കഴിയോ എന്ന് ഞാൻ സംശയിക്കുന്നു. അത് രണ്ടും നമ്മൾ ഗൗരവത്തോട് മനസ്സിലാക്കേണ്ടതാണ്. ഞാനത് പറഞ്ഞത് നരകവും സ്വർഗവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. മരണസമയത്ത് സ്വർഗവും നരകവും അല്ലാഹു കാണിച്ചിരുന്നു. ഫിർഔനെ പറ്റി പറഞ്ഞു, അന്നാറു യുഅറദൂന അലൈഹ ഗുദുവൻ വഅശിയ്യ. ഫിർഔന് അവന് നാളെ കിടക്കാനുള്ള നരകം രാവിലെയും വൈകിട്ടും അള്ളാഹു കാണിച്ചു കൊടുക്കും. അത് ഫിറൗന് മാത്രമല്ല, നരകത്ത് പോണ ആളാണെന്ന് സ്വർഗത്ത് പോണ ആളാണ്. എല്ലാ രാവിലെയും വൈകിട്ടും സ്വർഗവാസികൾക്ക് സ്വർഗവും കാണിച്ചു കൊടുക്കും, നരകവാസികൾക്ക് നരകവും കാണിച്ചു കൊടുക്കും. ആ കൂട്ടത്തിൽ ഫിറൗന്റെ കാര്യം അള്ളാഹു എടുത്തു പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഉഇദ്ദത്തുൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക് വേണ്ടി അള്ളാഹു നരകം ഒരുക്കി വെച്ചിരിക്കുന്നു, സ്വർഗവും കാര്യം ഞാൻ സൂചിപ്പിച്ചത്. ഇനി അപ്പൊ ആ നരകത്തിൽ കടക്കാൻ സാധ്യതയുള്ളത് ആരാണ്? ഈ ഖുർആൻ അംഗീകരിക്കാത്ത ആളുകൾ. ഖുർആൻ എന്തുകൊണ്ട് അംഗീകരിക്കണം? ഖുർആനെ പറ്റി പഠിക്കണം. ഖുർആൻ പ്രവാചകൻ എഴുതിയുണ്ടാക്കിയതാണോ? നിങ്ങൾ കൊണ്ടുവരി, നിങ്ങൾ കൊണ്ടാക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ മറുപടി പറഞ്ഞു എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കണില്ല എന്നുള്ളത് ചിന്തിച്ചിട്ട് ഖുർആൻ ഉൾക്കൊള്ളണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. 25-ാമത്തെ ആയത്ത്, വബശ്ശിരില്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി അന്ന ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിർ റിസ്ഖൻ ഖാലൂ ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബൽ വഅതൂ ബിഹി മുതശാബിഹൻ വലഹും ഫീഹാ അസ്വാജുൻ മുതഹ്ഹറ ഹും ഫീഹാ ഖാലിദൂൻ. ബഷീർ, ബഷീർ എന്ന് പറഞ്ഞാൽ നീ സന്തോഷ വാർത്ത അറിയിക്ക്. ബശറ യുബശ്ശിറു, സൂറത്തുൽ കഹ്ഫ്, വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. വയുബശ്ശിറുൽ മുഅ്മിനീന, സന്തോഷ വാർത്ത അറിയിക്കുക. ബഷീർ, സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ. ബഷീർ, അറിയിക്ക്, സന്തോഷ വാർത്ത അറിയിക്കുക. അള്ളാന്റെ കൽപ്പനയാണ്. അള്ളാന്റെ റസൂലിനോട് അള്ളാഹ് പറയാം, ബഷീർ, താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. ആർക്ക്? അല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ. ഈ വിശ്വാസം എങ്ങനെ മനസ്സിലാവുക? വഅമിലു സ്വാലിഹാത്തി, അവന്റെ കർമ്മം നോക്കിയാൽ മനസ്സിലാവും. ഒരു മനുഷ്യന്റെ ഈമാൻ വർദ്ധിക്കുന്നു എന്നതിന്റെ തെളിവ് അവനിൽ നന്മ വർദ്ധിക്കുന്നു. ഒരു മനുഷ്യന്റെ ഈമാൻ ദുർബലമാകുന്നതിന് തെളിവ് അവനിൽ തിന്മ വർദ്ധിക്കലാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? അമലു സ്വാലിഹാത്ത്, അവന്റെ പ്രവർത്തനം ജീവിതത്തിലൂടെ തെളിയിക്കേണ്ടതാണ്. ഇരിക്കണ വിശദീകരണം നമ്മൾ പിന്നെ പറയും. അപ്പോ വബശ്ശിരില്ലദീന ആമനു, ബഷീർ, പ്രവാചകരെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കണം. അല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ. വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ. എന്താ സന്തോഷ വാർത്ത? അന്നലഹും, തീർച്ചയായും അവർക്കുണ്ട്, ജന്നാത്തിൻ, തോട്ടങ്ങളുണ്ട്, സ്വർഗത്തിന്റെ തോട്ടങ്ങൾ. തെജിരി, ഒഴുകുന്നു. ജറ യജിരി എന്ന് പറഞ്ഞാൽ ഒഴുകുക എന്നാണ്. തെജിരി, ഒഴുകുന്നു. മിൻ തഹ്തിഹ, അതിന്റെ അടിയിലൂടെ. അൽ അൻഹാർ, അരുവികൾ. നെഹ്റുൻ എന്നതിന്റെ ബഹുവചനമാണ് അൻഹാർ. അപ്പോ അടിയിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയാരാമങ്ങൾ വിശ്വസിച്ചവർക്കും സൽക്കർമ്മം ചെയ്തവർക്കും ഉണ്ട് എന്ന് പ്രവാചകരെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. അതാണ് ആയത്തിന്റെ ഒന്നാമത്തെ പാർട്ട്. 2, കുല്ലമാ റുസിഖൂ, രുചിക്കുക. കുല്ലമാ റുസിഖൂ, അവർ രുചിക്കുമ്പോഴെല്ലാം. റസഖ, റിസ്ഖ്, ഭക്ഷണം.
റസഖ എന്ന് പറഞ്ഞാൽ ഭക്ഷിച്ചു, രുചിച്ചു. കുല്ലമാ റുസിഖു, അവർക്ക് ഭക്ഷണം നൽകപ്പെടുമ്പോഴെല്ലാം, മിൻ ഖബൽ, കുല്ലമാ റുസിഖു മിൻ സമറത്തിൻ, സ്വർഗത്തിലെ പഴങ്ങൾ അവർക്ക് നൽകപ്പെടുമ്പോഴെല്ലാം, അവർക്ക് തിന്നാൻ വേണ്ടി നൽകപ്പെടുമ്പോഴെല്ലാം, ഖാലു, അവർ പറയും, ഹാദല്ലദീ, ഇത്, റുസിഖ്നാ മിൻ ഖബൽ, ഇത് നമുക്ക് മുമ്പ് കിട്ടിയതാണല്ലോ. ദുനിയാവിനെ, ദുനിയാവിലെ ആപ്പിളും പരലോകത്തെ ആപ്പിളും രൂപത്തിലൊന്നായിരിക്കും. അപ്പൊ അത് കാണുമ്പോ എന്താ ജനങ്ങൾ പറയാ, ഇത് നമുക്ക് ദുനിയാവിൽ നിന്ന് കിട്ടിയ ആപ്പിളാണല്ലോ, അല്ലെ ദുനിയാവിൽ നിന്ന് മുന്തിരിയാണല്ലോ എന്നവർ പറയും. ഉത്തൂബിഹി മുത്തശാബിഹ, അവർക്ക് സാദൃശ്യമായി തോന്നുന്നതാ. എന്ന് പറഞ്ഞാൽ രൂപത്തിൽ മാത്രമേ സാദൃശ്യം ഉണ്ടാവുള്ളൂ. തിന്നു നോക്കുമ്പം അത് ദുനിയാവിലെ ആപ്പിളായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. അത്രമേൽ രുചികരമായിരിക്കും സ്വർഗത്തിലെ ഓരോന്നും. രൂപം ചിലപ്പോ പക്ഷികളാണ്, ചിക്കനാണ്, മത്സ്യമാണെങ്കിലൊക്കെ ദുനിയാവിലെ മത്സ്യത്തിന്റെ രൂപമായിരിക്കും. അതാ കണ്ടത്, ദുനിയാവ് നിങ്ങൾ കിട്ടിയതാണല്ലോ, റസഖ എന്നത് നൽകിന, റുസിഖ നൽകപ്പെട്ടു, കുല്ലമാ റുസിഖു, അവർക്ക് നൽകപ്പെടുമ്പോഴെല്ലാം, മിൻ സമറത്തിൻ, പഴങ്ങളിൽ നിന്ന് ഏതൊരു പഴാവട്ടെ അതവർക്ക് നൽകപ്പെടുമ്പോഴെല്ലാം, റിസ്ഖൻ, ഭക്ഷണമായി. ഖാലു, അവർ പറയും, ഹാദല്ലദീ, ഇത്, റുസിഖ്നാ മിൻ ഖബൽ, നമുക്ക് മുമ്പ് നൽകപ്പെട്ടതാണല്ലോ എന്നവർ പറയും. അള്ളാഹ് പറയാ, വഉതൂബിഹി മുത്തശാബിഹ, അവർക്ക് സാദൃശ്യമാക്കപ്പെട്ടതാണ്. രൂപം കണ്ടപ്പോ അവർക്ക് അങ്ങനെ തോന്നിയതാണ്. വലഹും, അവർക്കുണ്ട്, ഫീഹ, ആ സ്വർഗത്തിൽ, അസ്വാജും മുത്തഹറ, വിശുദ്ധരായ ഇണകൾ. സൗജ് എന്നതിന്റെ ബഹുവചനമാണ് അസ്വാജ്. വഹും, അവർ, ഫീഹ, ആ സ്വർഗത്തിൽ, ഖാലിദൂൻ, സ്ഥിരവാസികളായിരിക്കും. ഇതാണ് 25-ാമത്തെ ആയത്. വബശ്ശിരില്ലദീന ആമനു, വിശ്വസിച്ചവർക്ക് താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർക്കും. ഈ ഈമാനെ പറ്റി ഖുർആൻ എവിടെ പറഞ്ഞാലും അമലും സ്വാലിഹാത്ത് ചേർത്ത് പറഞ്ഞിട്ടുണ്ടാവും. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല, സൂറത്തുൽ കഹ്ഫ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. എത്രയേ സ്ഥലത്ത് ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി. ഇത് പറയാത്ത സൂറത്തുകൾ വളരെ കുറവാണ്. എന്താണ് ഈമാനും അമലും സ്വാലിഹാത്തും തമ്മിലുള്ള ബന്ധം? ഒന്ന്, ഈമാൻ എന്നത് നമ്മുടെ പ്രവർത്തനാണ്. ഞാൻ എന്ത് പ്രവർത്തിക്കുന്നു അതാണ് എന്റെ ഈമാൻ. ഞാൻ എന്ത് പറയുന്നു അല്ല, ഞാൻ എന്ത് ഭാവിക്കുന്നു അല്ല, ഞാൻ എന്ത് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു അല്ല, എന്റെ പ്രവർത്തനമാണ് ഈമാൻ. ലൈസൽ ഈമാനു ബിത്തമന്നി വലാ ബിത്തഹല്ലി, രൂപങ്ങൾത്തതോ ഭാവപ്രകടനങ്ങളോ പ്രത്യേക വേഷം ധരിക്കലോ ഒന്നുമല്ല ഈമാൻ. വലാകിൻ വഖറ ഫിൽ ഖൽബ്, എന്നാൽ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടതാണ്. വസദ്ദഖഹുൽ അമൽ, പ്രവർത്തിച്ച് സത്യപ്പെടുത്തേണ്ടതാണ്. ഒരു മനുഷ്യന്റെ ഈമാൻ എന്ന് പറയുന്നത് അയാളുടെ പ്രവർത്തനമാണ്. അതാണ് ഈമാനും അമലും സാലിഹത്തും തമ്മിലുള്ള ഒരു ബന്ധം. രണ്ടാമത്തത്, എല്ലാ സൽക്കർമ്മവും മനുഷ്യനിൽ ഉണ്ടാക്കുന്നത് ഈമാനാണ്. ഈമാനാണ് എല്ലാ സൽക്കർമ്മം ഉണ്ടാക്കുന്നത്. നമ്മളെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്, അല്ലെ പ്രേരിപ്പിക്കേണ്ടത് ഈമാനായിരിക്കണം. അല്ലാത്തവന്റെ നന്മ അല്ലാഹു സ്വീകരിക്കൂലല്ലോ. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറ ഔ ലിയസ്മുത്. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസം ഉണ്ടോ, ഓ നല്ലത് പറയട്ടെ, അല്ലെ മിണ്ടാണ്ടിരിക്കട്ടെ. ഈമാൻ ഇല്ലാത്തവനും നല്ലത് പറയാറുണ്ടല്ലോ, ചീത്ത പറയാതെ മിണ്ടാണ്ടിരിക്കലുണ്ടല്ലോ. പരലോകത്ത് കൂലി കിട്ടുമോ? കിട്ടൂല. കാരണം എന്താ? അവൻ ഈമാൻ അനുസരിച്ചല്ലോ. ഒരു സാമൂഹിക നന്മോണ്ട് അവൻ അങ്ങനെ ചെയ്യുന്നു, അതിന് പരലോകത്ത് വെച്ച് കൂലി കിട്ടൂല. കിട്ടണമെങ്കിൽ ഈമാന്റെയും അള്ളാഹുവിലും പരലോകത്തുള്ള വിശ്വാസത്തിൽ നിന്ന് പ്രേരിതനായിട്ട് ചെയ്യണം. അതുകൊണ്ട് എല്ലാ നന്മക്കും നിബന്ധന ഇത് വെച്ചിട്ടുള്ളത്. മൂന്നാമത്തത്, അപ്പൊ എന്ന് പറഞ്ഞാൽ ഈമാൻ ഒരു മനുഷ്യനിൽ സൽക്കർമ്മങ്ങൾ ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ഈമാനും അമലും സ്വാലിഹത്തും ചേർത്ത് പറയും. മൂന്നാമത്തത് എന്താ അറിയോ? മുഅ്മിന്റെ പ്രത്യേകത, അവൻ ചെയ്യുന്ന എല്ലാം സൽക്കർമ്മമായിരിക്കും. അവൻ ചെയ്യുന്നതെല്ലാം അവൻ സൽക്കർമ്മമാക്കും. അതെങ്ങനെ? എന്ത് ചെയ്യുമ്പോൾ അത് അള്ളാന്റെ പൊരുത്ത് ഉദ്ദേശിച്ചു.
അവിടെ പാലിക്കേണ്ട നിയമങ്ങളൊക്കെ പാലിച്ചിട്ടാണ്. ഉദാഹരണം, വീട്ടിൽ കയറുക, ബിസ്മില്ല, അത് അള്ളാഹിന്റെ കൂലി കിട്ടുന്ന ആഗ്രഹമുള്ളതാണ്. അപ്പൊ ആ കേറ്റെന്തായി? കൂലിയുള്ളതായി. ഡ്രസ്സ് ഇടുക, വലത്തെ കൈയിട്ടു, ബിസ്മില്ല, ഏറ്റവും ചുരുങ്ങിയത്, കൂലിയായി. ആ ഷർട്ട് ഇടുന്നത്, ഷർട്ട് അഴിക്കുന്നത്, പള്ളി കയറുന്നത്, പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നത്, വീട്ടിൽ കയറുന്നത്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, വാഹനത്തിൽ യാത്ര ചെയ്യുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, ഉറങ്ങുന്നത്, മലമൂത്ര വിസർജനം നടത്തുന്നത്, എല്ലാം സൽക്കർമ്മ. അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം സൽക്കർമ്മയിൽ. അതാണ് ഈമാനുള്ള മനുഷ്യന്റെ പ്രത്യേകത. അതാണ് ഈമാൻ. ചിരിക്കുന്നു, പുണ്യകർമ്മല്ലേ? നല്ല നീയത്തോടുകൂടിയാണ് ചിരിക്കുക. അപ്പൊ ഏതൊരു സംഗതിയും അനുഭവങ്ങൾ. ഇപ്പൊ ദാരിദ്ര്യത്തെ പരലോകത്ത് കൂലി കിട്ടുന്ന രൂപത്തിലാക്കി മാറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്തു. തന്റെ വിഷമങ്ങൾ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നടക്കുകയല്ല. മാലി വലിയ ദുനിയ, ഞാനും ദുനിയാവും തമ്മിൽ എന്ത് ബന്ധാണ്? ഇല്ലാക്കറജുലിൻ, ഒരു മനുഷ്യനെ പോലെ അല്ലാതെ, ഇസ്തവല്ല തഹ്ത ഷജറ, ഒരു മരത്തിന്റെ ഉള്ളിൽ വിശ്രമിക്കുന്ന പഥികൻ, യാത്രക്കാരന് ആ മരവുമായിട്ട് എന്ത് ബന്ധമുണ്ടത്? അയാൾ ക്ഷീണം മാറി എണീച്ചു പോകൂലേ? അത്രേ ഉള്ളൂ ദുനിയാവും ഞാൻ തമ്മിലുള്ള ബന്ധം. ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട് അള്ളാഹു റസൂൽ പറഞ്ഞതാ. എപ്പോഴാ പറഞ്ഞെന്നറിയും? ഒരു തലക്കാണി കൈ ഇങ്ങനെ ചുരുട്ടി, അല്ലെങ്കിൽ ഈത്തപ്പന എന്റെ കുരു നിറച്ച ചാക്ക് തലക്ക് വെച്ചാൽ എന്താ അതിന്റെ വേദന? അപ്പൊ അത് കണ്ടപ്പോ സ്വഹാബികൾ അദ്ദേഹത്തിന് ഒരു തലയണ വാങ്ങാൻ, ഒരു വിരിപ്പൊക്കെ വാങ്ങാൻ തീരുമാനിച്ച ആ വിവരം പറയാമെന്ന്. എന്താ ഇസ്ലാമിൽ തെറ്റുള്ള സംഗതി അല്ലല്ലോ. പക്ഷേ റസൂൽ പറഞ്ഞു, മാലി വലി ദുനിയ, തനിക്കുണ്ടായ ദാരിദ്ര്യത്തെ പരലോകത്തേക്കുള്ള ഉരുപ്പടിയാക്കി മാറ്റുകയാണ്. നമ്മളെന്താ ചെയ്യുന്നത്? നിങ്ങൾ വല്ല എല്ലാവരോടും വിഷമ ബുദ്ധിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് പറയില്ല. എന്താ റസൂൽ പറഞ്ഞത്? മാലി വലി ദുനിയ, ദുനിയാവും ഞാൻ തമ്മിൽ എന്ത് ബന്ധാണ് ഇബിന് പറയുന്നത്? ഒരു യാത്രക്കാരൻ മരത്തിന്റെ ഉള്ളിൽ വിശ്രമിക്കുകയാണ്. അയാൾ നമ്മുടെ യാത്രയാണ് ഗർഭാശയത്തിൽ നിന്ന് ആത്മീയ ലോകത്ത് നിന്ന്, റൂഹുള്ള ലോകത്ത് നിന്ന് തുടങ്ങിയ യാത്ര. അത് വന്ന് ഗർഭാശയത്തിൽ വന്നു, ദുനിയാവിൽ വന്നു, ഖബറിലേക്ക് പോയി, പരലോകത്ത്. ഈ യാത്രക്കാരനാണ്. ആ യാത്രക്കാരൻ അവന് ക്ഷീണം പറ്റിയാൽ ഇടങ്ങി ചെയ്ത് വിശ്രമിച്ച് നീറ്റ് പോകാന്നല്ലാണ്ട്. ഉമർ അള്ളാഹുവിനോട് പറഞ്ഞത്, ആ അൻതഫീഷക്ക് നീവന ഖത്താബ്, ഖത്താബിന്റെ മകൻ, നീ ഇപ്പോഴും സംശയത്തിലാണ് ഉള്ളത്. എപ്പോഴാ പറഞ്ഞതെന്നറിയോ? പ്രവാചകൻ രാവിലെ ഒക്കെ നീച്ചിങ്ങനെ ഇരിക്കുമ്പോഴേ ഈ ഈത്തപ്പനന്റെ ഓലന്റെ അടയാളം റസൂലിന്റെ ശരീരത്തിൽ ഉണ്ടാവും. ഉള്ളിലൂടെ ഇങ്ങനെ കല്ലൊക്കെ കുത്തിയ അടയാളം ഉണ്ടാവും. അത് ഉമർ അള്ളാഹു പറഞ്ഞു, ഞാൻ പേർഷ്യൻ സാമ്രാജ്യം, റോമൻ രാജാക്കന്മാര്, വലിയ വലിയ പ്രഭുക്കന്മാരൊക്കെ പലപ്പോഴും അവര് കിടക്കുന്നതും നടക്കുന്നതും ഇരിക്കുന്നതും യാത്ര, എത്ര അനുഗ്രഹത്തിലൂടെ അവർ പോണത്. നിങ്ങൾ പടച്ചോന്റെ റസൂലായിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ദാരിദ്ര്യമാണ് അന്ന് തന്നത്. അപ്പൊ അത് ശരിയാണ്, പറയുന്നത് ആർക്ക് എന്താ അപ്പൊ കാട്ടുക എന്നല്ലല്ലോ അള്ളാഹു റസൂൽ പറഞ്ഞത്. ഖത്താബിന്റെ മകൻ, നീ സംശയത്തിലാണോ ഉള്ളത്? നീ പറഞ്ഞ റോമക്കാരും പേർഷ്യക്കാരും ഒക്കെ ദുനിയാവ് മുൻകൂട്ടി നൽകപ്പെട്ട ആളുകളാണ്. അമാ തറുവാൻ തക്കൂന ലഹുമു ദുനിയാ വലൽ ആഖിറ, ഹൃദയം വിറച്ചു പോകുന്ന ഒരു വാക്കാണ് അള്ളാഹു റസൂൽ പറഞ്ഞത്. അമാ തറുവാ അൻ തക്കൂന ലഹുമു ദുനിയാ വലൽ ആഖിറ, ദുനിയാവ് അവർക്ക് വിട്ടുകൊടുത്ത് പരലോകം നേടാൻ നീ ആഗ്രഹിക്കുന്നില്ലേ ഉമർ? നീ ഈ സംശയത്തിലാണ്. അപ്പൊ തനിക്കുണ്ടാകുന്ന അനുഭവങ്ങളുടെ മോശമായ ദാരിദ്ര്യത്തെ കൂലിയുള്ളതാക്കി മാറ്റുക. 4 മക്കൾ രക്തസാക്ഷിയായി കിടക്കുകയാണ്. എങ്ങനെ? 4 മക്കൾ, 25ഉം 30ന്റെ ഇടക്ക് പ്രായമുള്ള, പെണ്ണ് കെട്ടാത്ത 4 കുട്ടികൾ. ഒരു ഉമ്മന്റെ ആകെയുള്ള സമ്പത്ത്. ഭർത്താവ് മരിച്ചുപോയി. ആ 4 മക്കളും യുദ്ധക്കളത്ത് പോയി വെണ്ടക്ക മുറിക്കണമാതിരി മുറിച്ചിട്ടിട്ടുണ്ട്. ഒരു ഉമ്മക്ക് ബോധം കെടാനും ഭ്രാന്താകാനും വേറെ വല്ലതും വേണം? ആ 4 മക്കളെ നടുവിൽ നിന്ന് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി, അൽഹംദുലില്ലാഹ് അല്ലദീ ശറഫനി ബിഖത്ലിഹി, പടച്ചോനെ, ഈ 4 രക്തസാക്ഷികളായ മക്കളെ മുന്നേറ്റ് പരലോകത്ത് വരാൻ എന്നെ അനുഗ്രഹിച്ച നിനക്കാണ് സർവസ്തുതിയും എന്ന് അറേബ്യയുടെ ദുഃഖപുത്രി എന്നറിയപ്പെട്ട ഹൻസ റളിയല്ലാഹു അൻഹ, തന്റെ ഒരു സഹോദരൻ ഒരു അപകടത്തിൽ മരിച്ചതിന് ദുഃഖ കാവ്യം പാടി അറേബ്യ മുഴുവൻ നടന്ന ആളാണ് അവർ അറിയപ്പെടുന്നത് അറേബ്യയുടെ ദുഃഖപുത്രി എന്നാണ്. അവർ ഇസ്ലാമിലേക്ക് വന്നു. 4 മക്കളാണ് രക്തസാക്ഷിയായി. ആ രക്തസാക്ഷിയായ മക്കളെ അടുത്തുനിന്ന് പ്രാർത്ഥിക്കാൻ, അൽഹംദുലില്ലാ അല്ലദീ ശറഫനി ബിഖത്ലിഹിം, ഈ 4 മക്കളെ രക്തസാക്ഷിയായി നീ സ്വീകരിച്ചല്ലോ റബ്ബേ, അവരെ ഉമ്മയായിട്ട് എനിക്ക് വരാലോ, അതിനെനിക്ക് തൗഫീക്ക് നൽകി നിനക്കാകുന്നു സർവസ്തുതി. അതാണ് ഈമാൻ. തനിക്കുണ്ടായ മാരകമായ നഷ്ടങ്ങളെ, നികത്താനാവാത്ത നഷ്ടങ്ങളെയും
പരലോകത്തെ സ്വർഗത്തിന്റെ പടവുകളാക്കി തീർക്കാൻ മനുഷ്യനെ സഹായിക്കുന്ന അത്യത്ഭുതകരമായ മാനസികാവസ്ഥക്കാണ് ഈമാൻ എന്ന് പറയുന്നത്. അതാണ് ഈമാൻ എന്ന് പറയുന്നത്. നോക്കൂ, നിങ്ങൾ ഒരു വീട്ടില് പള്ളി അതിനത്തെ പള്ളി നിശാ നിസ്കരിച്ച് വീട്ടിലെത്തി. വീണ്ടും പള്ളിയിൽ നിന്ന് സംസാരം കേട്ടപ്പോ മോനോട് വാപ്പ പറഞ്ഞു, പള്ളിയിൽ നിന്ന് വീണ്ടും സംസാരം കേൾക്കുന്നുണ്ട് എന്ന് ഉപയോഗിക്കുക. അവിടെ ചെന്നപ്പോ എന്താണ് റസൂല യുദ്ധത്തിന് തയ്യാറാണ് പറഞ്ഞത്. മോൻ ഓടി വന്ന് വാളുമായിട്ട് പോണത് അമ്മ വാപ്പ അവിടെ നിൽക്കണോ ഞാനല്ല എന്നെ പറഞ്ഞത്. ആ വാപ്പ ഞാനത് മറന്നുപോയി. എന്താണെന്നറിയോ, അള്ളാഹ് റസൂൽ യുദ്ധത്തിന് പോകാൻ പണ്ടി പറഞ്ഞു. ഞാൻ യുദ്ധത്തിന് പോകും. യുദ്ധത്തിന് അപ്പൊ പോണത് ആട് പോകുന്നേ ബദ് കുപ്പായിട്ട് ആയുധെടുത്താൽ പോയി. വാപ്പ പറഞ്ഞടാ, ഈ ചെറിയ കുട്ടിയല്ലേ, എനിക്ക് ഇനി ഒരുപാട് അവസരം കിട്ടുമല്ലോ, എനിക്ക് പ്രായമായി, ഈ യുദ്ധത്തിന് ഞാൻ പോയിക്കോളാം, ഈ ആ ചാൻസ് എനിക്ക് തരണം. കൊടുക്കാൻ തയ്യാറായില്ലല്ലോ. അവസാനം നേരെ വെളുക്കണേ സംസാരിച്ചു, തയ്യാറായില്ല. അതിനെന്താ ന്യായം പറഞ്ഞത്? ലൗലൽ ജന്നല ആഖറക്. ഉമ്മ വന്ന് പറഞ്ഞടാ, വാപ്പല്ലേ, ഞാൻ വിട്ടുകൊടുത്താളാ. വാപ്പന്നെയാണ്, വാപ്പക്ക് എന്തും ഞാൻ കൊടുക്കും, പക്ഷെ ഇത് കൊടുക്കൂല. എന്താ കാരണം? ലൗലൽ ജന്ന, സ്വർഗത്തിന്റെ കാര്യമായി പോയി വാപ്പ, അല്ലെങ്കിൽ ആഖറക്, ഞാൻ താങ്കൾക്ക് മുൻഗണന നൽകുമായിരുന്നു. ആ മകൻ പോകുന്നു, രക്തസാക്ഷിയാവുന്നു, വാപ്പയും മോനും തമ്മിൽ ദുനിയാവുന്നു, പിരിയുന്നു. ഇതാണ് സാഹചര്യങ്ങൾ, അവസ്ഥകൾ, അനുഭവങ്ങൾ ഒക്കെ ലോകത്തേക്കുള്ള ചവിട്ടുപടിയാക്കാൻ അവർക്ക് സാധിക്കും. ഇതാണ് ഈമാൻ. അതുകൊണ്ടാണ് ഈമാനെ അമലും സാലിഹാത്തുമായി ചേർത്ത് പറയുക. ഇന്ന വബശ്ശിരില്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. അള്ളാഹുവിൽ വിശ്വസിക്കുകയും ആ വിശ്വാസം മനുഷ്യന്റെ എല്ലാ വർത്തനങ്ങളെയും സ്വാധീനിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്ത മനുഷ്യന്മാർ, അവർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കണം. അല്ല മുസ്ലിം തന്നെ അപേക്ഷ പുറത്തിലുണ്ടായിട്ട് കാര്യമില്ല. റേഷൻ ഷാപ്പിൽ അല്ലെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ജാതിന്റെ പേര്, മതത്തിന്റെ പേരിൽ, അതല്ല. അത് അവന്റെ ഈമാൻ അവനെ രൂപപ്പെടുത്താൻ. ഏതുപോലെ 23 കൊല്ലം കൊണ്ട് സ്വഹാബികളെ രൂപപ്പെടുത്തിയതുപോലെ. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ കുറച്ച് അണ്ണാച്ചികളൊന്നും താമസിച്ചാല് എത്ര ശല്യാണ്, അവിടെ മൂത്രമൊഴിച്ച് ഇവിടെ തുപ്പിയോ അങ്ങനെ നടക്കുന്നു പറയില്ലേ. എന്നാൽ അൻസാറുകളും മുഹാജിറും തമ്മിലുള്ള സ്നേഹത്തിന്റെ ചരിത്രത്തിൽ തുല്യത വെക്കാൻ ലോകത്തെ ഏതെങ്കിലും ചരിത്രത്തിനോട് സാധിക്കുമോ? പൊട്ടിയ വേറും പൊട്ടിയ ചെരുപ്പുമായി ആദർശം മാത്രമായി വന്ന കുടിയേറ്റ പ്രശ്നത്തെ, ചരിത്രം കണ്ട ഏറ്റവും വലിയ കുടിയേറ്റ പ്രശ്നത്തെ അള്ളാഹ് റസൂല് പരിഹരിച്ചത് ഒറ്റ വാക്കുകൊണ്ടാണ്. അൻസാറുകളുടെയും മുഹാജിറുടെ ഇടയിൽ നിന്നുകൊണ്ട് അള്ളാഹ് റസൂൽ പറഞ്ഞു, തആഹൗ. ഒറ്റ വാക്ക്, തആഹൗ, നിങ്ങൾ പരസ്പരം സ്നേഹിതന്മാരാവുക എന്നാണ്. ഓരോരുത്തരെ കൂട്ടി അവനവന്റെ വീട്ടിലേക്ക് പോയില്ലേ, വീട് രണ്ടാക്കിയില്ലേ, സമ്പത്ത് രണ്ടാക്കിയില്ലേ, കൃഷി രണ്ടാക്കിയില്ലേ, വരുമാനം രണ്ടാക്കിയില്ലേ. തന്റെ വീട്ടിൽ വന്ന മുഹാജിറിന് മഹർ കൊടുത്തിട്ട് പെണ്ണ് കെട്ടാൻ കഴിയാതെ വന്നപ്പോ തന്റെ ഒരു ഭാര്യയെ അവളെ സമ്മതത്തോടുകൂടി തലാക്ക് ചൊല്ലി അയാൾ കൊടുത്ത മഹറിന് ഇയാൾക്ക് കെട്ടിച്ചു കൊടുത്തില്ലേ. ലോകത്ത് ഇതിന് സമാനമായ സ്നേഹത്തിന്റെ ചരിത്രം എവിടെയുള്ളത്? അതാരാ കാണിച്ചു തന്നത്? വിശ്വാസികളാണ്. അതാണ് വിശ്വാസം. തന്റെ സൗകര്യം. എന്നിട്ട് ഖുർആൻ അവരെ പറ്റി പറഞ്ഞു, പിന്നെ വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അവർക്ക് എല്ലാ ആവശ്യമുള്ളതോടുകൂടി മറ്റുള്ളവർക്ക് മുൻഗണന നൽകി, അങ്ങോട്ട് കൊടുത്തു, പകുത്തു നൽകി ജീവിതം. അതാണ് ഈമാൻ. അവർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കണം. എന്ത്? അന്നലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അടിയിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങൾ അവർക്കുണ്ട് എന്ന് നീ സന്തോഷ വാർത്ത അറിയിക്കണം. കുല്ലമാ റുസിഖു, അവർക്ക് നൽകപ്പെടുമ്പോഴെല്ലാം, മീൻ സമറത്തിൻ, ഫലത്തിൽ നിന്ന്, പഴത്തിൽ നിന്ന്. എന്തിന്? റിസ്കൻ, ഭക്ഷണമായിട്ട് കൊടുക്കുമ്പോൾ ഖാലു, അവർ പറയും, റാദല്ലദീ റുസ്ഖിനാ മിൻ ഖബൽ, ഇത് നമുക്ക് മുമ്പ് കിട്ടിയതാണല്ലോ എന്നവർ പറയും. വഉതൂബി മുത്തശാബിഹ, അവർക്ക് സാദൃശ്യമായി പോയതാണ്. എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ആപ്പിൾ കണ്ട് പരിചയമുള്ളവർക്ക് ആ രൂപം കണ്ടപ്പോൾ അങ്ങനെ തോന്നിയതാണ്. യഥാർത്ഥത്തിൽ രണ്ടും രണ്ടാണ്. വലഹും, അവർക്കുണ്ട്, ഫീഹ, ആ സ്വർഗത്തിൽ, അസ്വാജും മുത്തഹറ, അസ്വാജും മുത്തഹറ, വിശുദ്ധരായ ഇണകളുണ്ട്. വഹും ഫീഹ ഖാലിദൂൻ, അവർ അതിൽ നിത്യവാസികളായിരിക്കും. സ്വർഗത്തിന്റെ ഒരുപാട് പ്രത്യേകതയുണ്ട് സ്വർഗത്തിൽ. അതിലൊന്ന്, അത് അവർ സ്വർഗത്തിൽ നിത്യവാസികളായിരിക്കും എന്നതാണ്. രണ്ട്, ലാ യബ്ഗൂന അൻഹാ ഹിവല, ഒരു മാറ്റം ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കില്ല. ദുനിയാവിൽ എന്ത് കിട്ടിയാലും അടുത്തത് ആഗ്രഹിക്കും. എന്നാ സ്വർഗത്തിൽ ഒരു സ്വർഗത്തിൽ അവസാനമായിട്ട് കയറുന്ന ഒരാൾ, അതിനേക്കാൾ വലിയൊരു സ്വർഗം ഉണ്ടെന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതാണ് സ്വർഗത്തിന്റെ പ്രത്യേകത. ഖൈറുൻ വ അബ്ഖ, ഏറ്റവും ഉത്തമമാണ്, എന്നെന്നും നിലനിൽക്കുന്നതാണ്, എനിക്ക് മാത്രം അനുഭവിക്കാം, കാലാകാലം അനുഭവിക്കാം.
ഇതൊക്കെ സ്വർഗത്തിന്റെ പ്രത്യേകതയാണ്. ആ സ്വർഗം വിശ്വാസികൾക്കും അതനുസരിച്ച് ജീവിക്കുന്നവർക്കും ഉണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. ഇതാണ് ഈ ആയത്തുനിന്ന് മനസ്സിലാവുന്നത്. അള്ളാഹു ഈ സ്വർഗത്തിൽ കടക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ.